ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഓർക്കിഡിന്റെ ഫ്ലവർ സ്പൈക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയത്തെക്കുറിച്ചാണ്. 5 കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ സ്പൈക്ക് എങ്ങനെയാണ് വരുന്നത് എന്നതിനുള്ള ഒരു തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടോ, നോക്കി, ഇതുണ്ടോ, ഇതിവിടെ നോക്കി, നമ്മുടെ പ്ലാന്റിൽ ഇതുണ്ടോ, ഇവിടെ വണ്ണക്കുറവാണ്. ഇങ്ങോട്ട് മേലോട്ട് വന്നപ്പോൾ ഇത് കണ്ടോ, ഇതിവിടെ വീർത്തിരിക്കുന്നത് കണ്ടോ. ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതുകൊണ്ട് നമ്മുടെ ഇതിൽ സ്പൈക്ക് വരാൻ പോകുന്നു, ഫ്ലവർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നോക്കി, കണ്ടോ, സ്പൈക്ക് വരുന്നതാണ് കണ്ടോ. ഇത് ഒരു ചേച്ചിയുടെ വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞ ഗർഭിണികളെ പോലെ ഇങ്ങനെ വീർത്ത് വരും, വയറ് വീർത്ത് വരും എന്നാണ്. ശരിയാണോ കേട്ടോ. അത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരുമ്പോൾ നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റും നമ്മുടെ പ്ലാന്റ് സ്പൈക്ക് വരുന്നു, ഫ്ലവർ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. കെയറിങ് രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നതാണ്. നമ്മുടെ ഇപ്പോൾ സ്പൈക്ക് വരുന്ന കാര്യം അറിയുന്ന കാര്യം മനസ്സിലായല്ലോ. അത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഈ ചെറുപ്രായത്തിലെ ഇത് കണ്ടോ, ഇത് ചെറുതാണ് കണ്ടോ. ഈ പ്രായത്തിലെ നമ്മൾ ഇതിന് കെയറിങ് കൊടുക്കണം. ഇത് നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ ഈ വരുന്ന നമുക്ക് സ്പൈക്ക് വലുതായി കഴിഞ്ഞിട്ടല്ല നമ്മളത് കെയർ കൊടുക്കേണ്ടത്. ഈ സമയത്ത് തന്നെ നമ്മൾ അതിനെ കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പൈക്കിൽ വരുന്ന എല്ലാ ബഡ്സും വിരിഞ്ഞ് കിട്ടും. അത് കെയറിങ്ങിലൂടെ മാത്രമേ ഇതെല്ലാം വിരിഞ്ഞു കിട്ടത്തുള്ളൂ. അല്ലാണ്ട് വലുതായി കഴിഞ്ഞിട്ടല്ല നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. വാട്ടറിങ് ആൻഡ് ഫെർട്ടിലൈസറിങ്. നമ്മുടെ ബഡായി കഴിയുമ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഇതിന് വാട്ടറിങ്ങും ഫെർട്ടിലൈസറും ചെയ്തുകൊണ്ടിരുന്നത്, റെഗുലറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഇതിന് ചെയ്യണം. വാട്ടറിങ് നമ്മൾ ബഡായി കഴിയുമ്പോൾ നമ്മൾ വാട്ടർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബഡ്സ് ചിലപ്പോൾ എല്ലാം വിരിഞ്ഞ് ഇതുപോലെ നന്നായിട്ട് വിരിഞ്ഞ് കിട്ടാനായിട്ട് സാധ്യത കുറയും. അതുപോലെ തന്നെയാണ് ഫെർട്ടിലൈസറും. നമ്മൾ എങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ബഡ് വന്നതിന് മുമ്പ്, എങ്ങനെയാണോ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതുപോലുള്ള എല്ലാം നമുക്ക് ബഡ്സ് എല്ലാം വിരിഞ്ഞ് കിട്ടത്തില്ല. വാട്ടറിങ്ങിൻ്റെ കുറവ് കൊണ്ടും നമ്മുടെ ബഡ്സ് ചീത്തയിൽ പോകാനുള്ള അതിന് സ്ട്രെസ് കൂടുതലുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ബഡ്സ് വിരിഞ്ഞ് കിട്ടാതെ വരാനുള്ള സാധ്യത കൂടുതലാണ്. റിപ്പോർട്ടിംഗ്. ഒരു കാരണവശാലും ബഡായി നിൽക്കുന്ന നമ്മുടെ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറയാൻ കാരണം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വേരുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റിന് ഒരു ക്ഷീണം സംഭവിക്കും. അത് നമ്മുടെ ബഡിനെ ബാധിക്കും. അപ്പോൾ ആ ക്ഷീണം റെഡിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ ബഡുകൾ ചിലപ്പോൾ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ബഡുള്ള സമയത്ത് നമ്മൾ നമ്മുടെ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യരുത്. 5ാമത്തെ കാരണം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാനിത് ഈ വീഡിയോയിൽ ഞാൻ 5 കാരണങ്ങളാണ് സ്പൈക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഞാൻ സ്പൈക്കിനെ കുറിച്ച് തന്നെയാണ് ഇടുന്നത്. അതായത് നമ്മുടെ സ്പൈക്കിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾന്നൊരു ഓപ്ഷൻ വരും. അതിലും നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഞാനിടാൻ പോകുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വരും. അഞ്ചാമത്തെ കാരണം റീപ്ലേസിങ്. ഒരു കാരണവശാലും നമ്മുടെ പ്ലാന്റ് ബഡ് വന്നു കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യരുത്. അത് നമ്മൾ വേറെ സ്ഥലത്തോട്ടിരുന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് അതിന് ആവശ്യമാണ്. അറിയാമല്ലോ, നമുക്കറിയാമല്ലോ, വെള്ളവും വളവും പോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് ലൈറ്റും ആവശ്യമാണ്. അപ്പോൾ നമ്മളത് അവിടെ മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസം വരും. അപ്പോൾ അതിന് ഈ ബഡെല്ലാം വിരിയിക്കാനുള്ള ഒരു സ്ട്രെസ് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പ്ലാന്റ് റീപ്ലേസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നമ്മുടെ പറഞ്ഞല്ലോ സ്പൈക്കിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് നിർത്താം.
ഓക്കെ, താങ്ക് യു.